തിരുവോണത്തിന് ഇനി ഏതാനും നാളുകൾ മാത്രം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരയപ്പൻ്റെ നിർമ്മാണം കൊടകര കുംഭാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം കൊള്ളുന്നതിനായി വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത്. കർക്കിടകം പിറക്കുന്നത് തൊട്ട് തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം. 5 ഇഞ്ച് മുതൽ 3 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ ഇവർ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കൊടകര കുംഭാരത്തെരുവിലെ ബാബു പേരാമംഗലം പറയുന്നു. ഡിമാൻഡ് ഇപ്പോൾ ചെറുതിന് ചെറിയ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്, പക്ഷെ അതിന് വിലയില്ല. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. വലുപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ഉണ്ടെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ. വലുപ്പത്തിനനുസരിച്ച് 50 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. ഓണക്കാലത്തെ IRDP മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത്. ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായം കൊടുത്ത് അലങ്കരിക്കും. പണ്ടൊക്കെ ഓട്, ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുകൊണ്ടുള്ള ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. പുതിയ വൈവിധ്യമുള്ള ഡിസൈനുകൾ വരച്ചും നിറം കൊടുത്തും ആകർഷകമാക്കിയ തൃക്കാക്കരയപ്പന്മാർ ഓണത്തെ വരവേൽക്കാൻ കൊടകരയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിർമ്മാണ ചെലവ് ഗണ്യമായി വർദ്ധിച്ചിട്ടും ഇതിനനുസൃതമായ തോതിൽ വില ലഭിക്കുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവരുടെ പരാതി. പിന്നെ ഇതിനായിട്ട് പണിക്കൂലിക്ക് നിർത്തി ചെയ്യുകയാണെങ്കിൽ നഷ്ടമാണ്, ഒന്നും കിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടുകാരൊക്കെ എല്ലാവരും ചേർന്നിട്ട് എല്ലാ കൊല്ലം ചെയ്യണ പോലെ അങ്ങനെ മുന്നോട്ട് പോകണുള്ളൂ.